Hi guys, it's me, Dimalu Bangal. SBI PO എക്സാം ഓവർ ആയിട്ടുണ്ട്. 1st and 2nd ഓഗസ്റ്റ് ആയിരുന്നു നമ്മളുടെ എല്ലാവരുടെയും എക്സാം. ആൻഡ് എൻ്റെ എക്സാം എന്ന് പറയുന്നത് August 1 3:30 PM ഷിഫ്റ്റ്, അതായത് 4th ഷിഫ്റ്റ് ആയിരുന്നു എക്സാം എന്ന് പറയുന്നത്. സോ നിങ്ങളുടെയൊക്കെ എക്സാംസ് ഒക്കെ ഏത് ഷിഫ്റ്റ് ആയിരുന്നെന്നും നിങ്ങളുടെയൊക്കെ അറ്റംപ്റ്റ്സ് എത്രയാണെന്നുള്ളതും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാനൊരു ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആയിരിക്കും പറയുന്നത്. സോ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഇംഗ്ലീഷ് സെക്ഷൻ ആയിരുന്നു നമുക്ക് എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ വന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയായിരുന്നു? RC, ഒരു ഡൊമസ്റ്റിക് വേസ്റ്റേജിനെ കുറിച്ചിട്ടുള്ള ഒരു RC ഒരു 9 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ക്ലോസ് ടെസ്റ്റ് A to F വരെയുള്ള ഒരു വന്നിട്ട് ക്ലോസ് ടെസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. പാരാ ജമ്പിൾസ് ഒരു 5 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. എറർ സ്പോട്ടിംഗ് ഒരു 4 ക്വസ്റ്റ്യനും, ഫ്രേസ് റീപ്ലേസ്മെന്റ് ഒരു 4 ക്വസ്റ്റ്യനും, ഡബിൾ ഫില്ലേഴ്സ് ഒരു 4 ക്വസ്റ്റ്യനും, സെന്റൻസ് റീഅറേഞ്ച്മെന്റ് ഒരു 3 ക്വസ്റ്റ്യനും, വേർഡ് റീഅറേഞ്ച്മെന്റ് ഒരു 3 ക്വസ്റ്റ്യനും, വേർഡ് യൂസേജ് 1 ക്വസ്റ്റ്യനും. അങ്ങനെ ടോട്ടൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ഈസി ആണോ എന്ന് ചോദിച്ചാൽ കുറച്ച് ഈസി ആണ്, എന്നാലും കുറച്ചൊരു ട്രിക്കി ടൈപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ എറർ ഡിറ്റക്ഷൻ ഒക്കെയും അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒക്കെ ആയിരുന്നു. ക്ലോസ് ടെസ്റ്റിൽ ഞാൻ ഇയും എഫും എനിക്ക് ചെയ്യാൻ ആൻസർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ RC ഞാൻ ബാക്കിയെല്ലാം ചെയ്തു വന്നപ്പോഴേക്കും എനിക്ക് RCയിൽ കുറച്ച് ക്വസ്റ്റ്യൻസും എന്താണ് ആ ഒരു പാസേജ് വായിച്ച് പെട്ടെന്ന് ഒറ്റ റീഡിങ്ങിൽ തന്നെ ആൻസർ കിട്ടുന്ന ടൈപ്പ് ഒരു പാസേജ് അല്ലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ സിനോണിം പോലുള്ളതും അതുപോലെ തന്നെ സെയിം മീനിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി. അതൊക്കെ സിമ്പിൾ ആയിരുന്നു. അതല്ലാണ്ട് ബാക്കി വന്നിട്ടുള്ള അത്യാവശ്യം എന്താണ് ഒരു കുറച്ചൊരു എന്താണ് സാധാ ഇപ്പോൾ ഗൈഡ്ലി എക്സാം പാറ്റേൺ പോലൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ എല്ലാവരും പറയും ഗൈഡ്ലി കുറച്ച് ഒരു ടഫ് ലെവലാണെന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ടെങ്കിലും ഈ ഒരു എക്സാമിന്റെ ഒരു ലെവൽ കണ്ടിട്ട് എനിക്കൊരു ഗൈഡ്ലി പോലൊക്കെയാണ് തോന്നിയത്. ആൻഡ് ഔട്ട് ഓഫ് 40 ഞാൻ അറ്റംപ്റ്റ് ചെയ്തതെന്ന് പറയുന്ന 31 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇംഗ്ലീഷ് ചെയ്തത്. മാക്സിമം നെഗറ്റീവ്സ് ഒഴിവാക്കിയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും 31 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇംഗ്ലീഷിൽ ചെയ്തത്. അടുത്തതെന്ന് പറയുന്ന ക്വാൺസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ക്വാൺസിൽ എന്താണ് സിംപ്ലിഫിക്കേഷൻസ് ഒന്നും പൊതുവെ നമുക്ക് കാണാൻ പറ്റില്ല SBI PO ആയതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ അപ്രോക്സിമേഷൻ ഒരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഞാൻ അത് 3 ചെയ്തു. ദെൻ ഡേറ്റ സഫിഷ്യൻസി ഒരു 2 ക്വസ്റ്റ്യൻസും, അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് 11 എണ്ണം, ദെൻ കേസിലെ DI 3യും ടേബിൾ DI 6ഉം പൈ ചാർട്ട് പ്ലസ് ടേബിൾ DI ആയിട്ടൊരു 5 ക്വസ്റ്റ്യൻസും ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഈ പൈ ചാർട്ട് പ്ലസ് ടേബിൾ DI ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു പ്ലാസ്റ്റിക് ആൻഡ് സ്റ്റീലിന്റെ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ DI എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ഒറ്റ നോട്ടത്തിൽ എനിക്ക് അതിന്റെ ആൻസർ കിട്ടാൻ കുറച്ചൊരു പാടുള്ള കൂട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയില്ല. കേസിലെ DI ഞാൻ ചെയ്തു. അത് ഡുവബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ദെൻ ഡേറ്റ സഫിഷ്യൻസി ഞാൻ ചെയ്തില്ല. അരിത്തമെറ്റിക്കും എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ടേബിൾ DIക്ക് കുറച്ച് സമയം കൂടുതൽ കൊടുത്തുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു അരിത്തമെറ്റിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് ചെയ്തു നോക്കാനുള്ളൊരു സമയം കിട്ടിയില്ല. പക്ഷെ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചത്ര അറ്റംപ്റ്റ് എനിക്ക് ക്വാൺസിൽ കൊടുക്കാൻ പറ്റിയില്ല. 14 മാത്രമേ എനിക്ക് ഔട്ട് ഓഫ് 30 കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ദെൻ അടുത്തത് വരുന്നത് റീസണിങ്ങിൽ എന്താണ് നമ്മളുടെ പസിൽസും അതുപോലെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. എന്നാലും എന്താണ് കുറച്ചൊരു എന്താണ് ലെങ്തി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സാധാരണ റീസണിങ്ങിന് ഒരു 30 വരെയൊക്കെ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് ഇത്തവണത്തെ ഇതിൽ കുറച്ചൊരു ട്രിക്കി. ബാക്കി ഈ പസിലും ബോക്സ് ബേസ്ഡ് പസിലൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി. മന്ത് ബേസ്ഡ് പസിലും ഒക്കെ എനിക്ക് ചെയ്യാൻ പറ്റി. ദെൻ ഈ ഒരു കാറ്റഗറി ബേസ്ഡ്, അതായത് ഈ 10 മെമ്പേഴ്സ് 3 സിറ്റീസ് ജംഷഡ്പൂർ, ജബൽപൂർ അങ്ങനെയുള്ള 3 സിറ്റീസ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് കുറച്ചൊരു ട്രിക്കി, എൻ്റെ സമയം അവിടെ കുറച്ച് പോയി. അതുപോലെ തന്നെ ഫ്ലോർ ആൻഡ് ഫാറ്റ് ബേസ്ഡ് പസിൽ എനിക്ക് ചെയ്യാൻ പറ്റി. ബട്ട് പാരലൽ റോ വന്നപ്പോൾ എനിക്ക് ഈ ഒരു 2 എണ്ണം എന്നെ മെസ്സ് ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ 2 എണ്ണം എനിക്ക് നല്ലൊരു സമയം എനിക്ക് അവിടെ പോയി. ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ദെൻ വേർഡ് ഫോർമേഷൻ ചെയ്തു, ആൽഫബറ്റ് ബേസ്ഡ് അതും ചെയ്തു. ഈ രണ്ട് എന്താണ് ഈ ഒരു പാരലൽ റോ സീറ്റിംഗ് അറേഞ്ച്മെന്റും അതുപോലെ എനിക്ക് കാറ്റഗറി ബേസ്ഡ് ഈ 2 ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഔട്ട് ഓഫ് 30 എൻ്റെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് 20 ആയിരുന്നു. സോ ദെൻ ഇംഗ്ലീഷിൽ എൻ്റെ അറ്റംപ്റ്റ് 31, ക്വാൺസിൽ 14 ആൻഡ് റീസണിങ്ങിൽ 20 വന്ന് ടോട്ടൽ 65 അറ്റംപ്റ്റ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലാസ്റ്റ് ഇയറിനെ അപേക്ഷിച്ച് എൻ്റെ അറ്റംപ്റ്റ്സ് കുറവാണ്. അപ്പോൾ നമുക്ക് നെഗറ്റീവ്സ് ഒക്കെ വന്നാൽ പോലും അത് കോപ്പപ്പ് ചെയ്യുന്ന അറ്റംപ്റ്റ്സ് ആണല്ലോ. പക്ഷേ ലാസ്റ്റ് ഇയറിനെ വെച്ച് നോക്കിയിട്ട് എല്ലാ ഷിഫ്റ്റും കുറച്ചൊരു
എന്താണ് മോഡറേറ്റിനോട് അടുത്തുള്ള ഒരു രീതിയിലാണ് എല്ലാവരും എന്താണ് ഇട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങളുടെയൊക്കെ എക്സാം എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്ന് പറയുക. എനിക്ക് അറിഞ്ഞൂടെ, എൻ്റെ ഒരു ഷിഫ്റ്റിൽ എനിക്ക് ഇങ്ങനെയാണ് ഫീൽ ചെയ്തത്. കുറച്ചൊരു എന്താണ് ആ ഒരു ഇംഗ്ലീഷും കോൺസിനും കുറച്ചുകൂടെ ഒന്ന് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഒരു 70 അടുത്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയേനെ. പക്ഷെ അതെനിക്ക് പറ്റിയില്ല. സോ നമ്മൾ ലാസ്റ്റ് ഇയറിലെ ആ ഒരു കട്ട് ഓഫിന്റെ ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇയറിന്റെ കട്ട് ഓഫിന്റെ ട്രെൻഡ് വെച്ചിട്ട് നമുക്ക് ഇത്തവണത്തെ വേക്കൻസിയും കൂടെ നോക്കുവാണെങ്കിൽ ലാസ്റ്റ് ഇയറിൽ നമുക്ക് എന്താണ് ഒരു 541 ആയിരുന്നു വേക്കൻസി ഉണ്ടായിരുന്നത്. ഈ ഇയറിൽ ഒരു 1500 അടുത്താണ് നമുക്ക് വേക്കൻസീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മേ ബി കട്ട് ഓഫ് കുറയാനുള്ള ചാൻസസ് ഉണ്ട്. എന്നാൽ പോലും എക്സാമിന്റെ ഡിഫിക്കൽറ്റിയും എന്താണ് കുറച്ചൊരു മോഡറേറ്റ് ലെവൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു നോർമലൈസേഷനും അവിടെ ഒരു നല്ല റോള് പ്ലേ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ എനിക്ക് തോന്നുന്നു മേ ബി ഒരു ലാസ്റ്റ് ഇയറിലെ കട്ട് ഓഫ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇയറിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് 66.75 ആയിരുന്നു. ആൻഡ് ഒ ബി സിയുടെ കട്ട് ഓഫ് 65 ആയിരുന്നു. ജനറലിന്റെ കട്ട് ഓഫ് 66.75 ആയിരുന്നു. ആൻഡ് അറിഞ്ഞുകൂടാ ഇത്തവണ വേക്കൻസിനെ അത് ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ തന്നെ നോർമലൈസേഷനെ ഡിപ്പെൻഡ് ചെയ്യും, എക്സാം ഡിഫിക്കൽറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ പല പല കാര്യങ്ങളെയാണ് ഈ ഒരു എക്സാം ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് മേ ബി കട്ട് ഓഫ് കുറയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എന്നാലും അറിഞ്ഞുകൂടാ, എൻ്റെ ഒരു അസംഷൻ അനുസരിച്ച് ഒരു 58 to 60 റേഞ്ചിൽ കട്ട് ഓഫ് ജനറലിൽ നിൽക്കും എന്നാണ് ഞാൻ അസ്യൂം ചെയ്യുന്നത്. അറിഞ്ഞുകൂടാ, ആ ഒരു റേഞ്ചിൽ അറ്റംപ്റ്റ്സ് നടത്തിയിട്ടുള്ളവർ ഉറപ്പായിട്ടും മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. കാരണം നമുക്ക് ഇനി IBPS PO എക്സാംസ് ഈ ഒരു ലെവലിൽ തന്നെ വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിപ്പറേഷൻ ഒരിക്കലും വേസ്റ്റ് ആവുകയില്ല. ഇനി വരുന്ന എക്സാംസിന് വേണ്ടിയിട്ടും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സോ ആ ഒരു റേഞ്ച് ആണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, സോ ഞാൻ എൻ്റെ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. എന്താണ് ആ ഗിവ് അവേ എന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് ഇപ്പോൾ തരുന്നത്. സോ നിങ്ങൾക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ ഗിവ് അവേയിൽ തരുന്നത്. ആൻഡ് ഐ നോ അത് ഏറ്റവും വേണ്ട ഒരു കാര്യമാണെന്ന് എനിക്കറിയാം. അതും 5 പേർക്കാണ് കൊടുക്കുന്നത്. സോ അതിന് ഉള്ള റൂൾസും അതിൻ്റെ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ആ ഒരു സർപ്രൈസ് എന്താണെന്ന് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യുക. നമുക്ക് നോക്കാമല്ലോ ആർക്കൊക്കെയാണത് കറക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ആൻഡ് SBI PO മെയിൻസ് എന്ന് പറയുന്നത് പ്രോബബ്ലി സെപ്റ്റംബറിലായിരിക്കും വരുന്നത്. ആൻഡ് ഈ മാസം അവസാനത്തോടു കൂടി നമ്മൾക്ക് പ്രിലിംസിന്റെ റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കാം. ഒരു 10 days മാത്രമേ ആ ഒരു എക്സാമുമായിട്ടുള്ളൊരു ഗ്യാപ്പ് കാണുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. പാസ്സാവുന്നതും ഫെയിൽ ആവുന്നതും ഒക്കെ രണ്ടാമത്തെ കാര്യമാണ്. മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. സോ നമ്മളുടെ ബാച്ച് ഓൺഗോയിങ് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് പൊക്കോണ്ടിരിക്കുന്നുണ്ട്. ഓവർ 41 സ്റ്റുഡൻസ് ആണ് IBPS PO ബാച്ചിലും ആൻഡ് ഓവർ 26 സ്റ്റുഡൻസ് ആണ് IBPS PO ആൻഡ് IBPS ക്ലർക്ക് ആൻഡ് SBI ക്ലർക്കിൽ ഒരു 25 അടുത്ത് സ്റ്റുഡൻസും ആൻഡ് IBPS PO SBI POയിൽ ഒരു 41 42 അടുത്ത് സ്റ്റുഡൻസും ആണ് ഉള്ളത്. എല്ലാവർക്കും നല്ല പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് പോകുന്നത്. സോ മെയിൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു 35 ഡേയ്സിൻ്റെ ഒരു ഷെഡ്യൂൾ ഞാൻ ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് പൊക്കോണ്ടിരിക്കുവാണ്. Day 1 ആൻഡ് Day 2 ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് മെയിൻസിന് വേണ്ടിയിട്ട് SBI POയ്ക്ക് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ മെയിൽ ചെയ്താൽ മതി. ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. So that's it, and thank you for watching. Bye bye.